ഓക്കെ, രണ്ട് തരം സെൻറ്റൻസ് ഉണ്ട്, വെർബൽ സെൻറ്റൻസും നോമിനൽ സെൻറ്റൻസും. ജുംലത്തിൽ ഇസ്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്മു വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ഒന്നുമില്ലെങ്കിൽ ലാഹിറായിട്ടുള്ളൊരു ഇസ്മ ആയിരിക്കാം, ഇസ്മുൽ ഇഷാറ ആയിരിക്കാം, അല്ലെങ്കിൽ ലൊമീറുകളായിരിക്കാം. പിന്നെ മറ്റൊരു കാറ്റഗറിയാണ് മസ്തറുൽ മുഅവ്വൽ. മസ്തറുൽ മുഅവ്വൽ വെച്ചിട്ട് ജുംലത്തിൽ ഇസ്മിയ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, മസ്തറുൽ മുഅവ്വലു. പിന്നെ അടുത്തത് പറഞ്ഞത് അതവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻ തസൂമു. അപ്പോൾ ഈ മസ്തറുൽ മുഅവ്വൽ നമ്മൾ പഠിച്ചത് ഫായിലായിട്ടും പഠിച്ചിട്ടുണ്ട്, മഫൂലും ബിഹി ആയിട്ടും പഠിച്ചിട്ടുണ്ട് മസ്തറുൽ മുഅവ്വൽ. പിന്നെ നമ്മുടെ ആ ബുക്കിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് മസ്തറുൽ മുഅവ്വൽ എന്തൊക്കെ ആയിട്ട് വരുന്നു. ആ ഒരു പേജിൻ്റെ ലാസ്റ്റ്, ഞാൻ ഇട്ട പേജിൻ്റെ ലാസ്റ്റിലുണ്ട് എന്തൊക്കെ ആയിട്ട് വരും. മുബത്തദയായിട്ട് വരും മസ്തറുൽ മുഅവ്വൽ, ഖബറായിട്ട് വരും, ഫായിലായിട്ട് വരും, മഫൂലും ബിഹി ആയിട്ട് വരും. അതുകൂടാതെ മുലാഫിൻ ഇലൈഹി ആയിട്ട് വരും. ഖബല അൻ തഖ്റുജ, അവിടെ നമ്മൾ മുലാഫിൻ ഇലൈഹി ആയിട്ട് മസ്തറുൽ മുഅവ്വലിനെ കണ്ടു. പിന്നെ ഇസ്മുൻ മജ്റൂറിനായിട്ട് വരും, ഹർഫ് ജറിന് ശേഷവും വരും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ജുംലത്തുൽ ഫിഅലിയനെ കുറിച്ച് പഠിച്ചപ്പോൾ ഫിഅൽ വെച്ചിട്ടാണ് ജുംലത്തുൽ ഫിഅലിയ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അത് ഏത് തരം ഫിഅലൊക്കെ ആകും? കംപ്ലീറ്റ് സെൻറ്റൻസ്, കംപ്ലീറ്റ് വെർബ്. ഫിഅലു താമായിട്ട് വരും, തലാത്തി ഷംസു. അതായത് കംപ്ലീറ്റ് വെർബ് എന്ന് ഉദ്ദേശിച്ചത് ഫിഅലും ഫായിലും ഉണ്ടാകുന്ന വെർബിനെയാണ് കംപ്ലീറ്റ് വെർബ് എന്ന് പറയാം. പിന്നെ ഇൻകംപ്ലീറ്റ് വെർബ് നാഖിസായ ഫിഅൽ വെച്ചിട്ടും ജുംലത്തുൽ ഫിഅലിയ സ്റ്റാർട്ട് ചെയ്യും. അതാണ് കാന വ അഖ്വാത്തുഹ പറഞ്ഞത്. പിന്നെ തഫിഖ, ജഅല, അഖദ പോലുള്ള ഫിഅലുകൾ അതിലെന്തുണ്ടാവില്ല, അത് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്, നാഖിസായ ഫിഅൽ തന്നെയാണ് അത്. തഫിഖ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങി എന്നൊക്കെ അർത്ഥത്തിൽ, തഫിഖ, ജഅല, അഖദ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു അർത്ഥത്തിലും വരും കേട്ടോ, ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് വരും കേട്ടോ. അല്ലാതെയും വരും കേട്ടോ, പക്ഷേ ഇവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ട് സെൻറ്റൻസ് ആയിട്ട് വരും. അപ്പോൾ അത് എന്തുണ്ടാവും, അതിൽ ഫായിൽ ഉണ്ടാവില്ല, മറിച്ച് അതിൻ്റെ ഇസ്മ്, അതിൻ്റെ ഖബർ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കേട്ടോ. ഇനി ഇതിൻ്റെ പാഠത്തിലേക്ക് പോവാം. ഓക്കെ, അദ്ദർസുൽ ഖാമിസു. നമ്മുടെ ബുക്കിൽ ഖാമിസ്, നിങ്ങളുടെ ബുക്കിൽ 10 അല്ലേ, 10ഓ 11ഓ ആണ് അല്ലേ? 10 അല്ലേ? 11 അല്ലേ? 10 അല്ലേ? ഓക്കെ, എനിക്ക് 11 തോന്നിയത്. റന്നൽ ജറസു, ബെല്ലടിച്ചു, ദ ബെൽ റാൻ. വബദഅത്തിൽ ഹിസ്സത്തുൽ ഖാമിസത്തു, ഫിഫ്ത്ത് പീരീഡ് ബിഗാൻ. ആൻഡ് ദ ഫിഫ്ത്ത് പീരീഡ് ബിഗാൻ, മണി മുഴങ്ങി 5ാം പീരീഡ് തുടങ്ങുകയും ചെയ്തു. റന്ന ഫിഅലുൻ മാളിൻ മബനിൻ അലൽ ഫതഹി, അൽ ജർസു ഫായിലുൻ മർഫൂഉൻ അലാമത്തു റബ്ഹി അൽദമ്മത്തു ളാഹിറ. വാവു ഹർഫുൽ അത്ഫ്, ബദഅത് ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ ഫതഹി, അത്താഉ حرف التأنيث مبني على السكون المقدر لالتقاء الساكنين. الحصة فاعل مرفوع علامة رفعه الضمة الظاهرة. الخامسة نعت مرفوع علامة رفعه الضمة الظاهرة. صفة مرفوعة അങ്ങനെയും പറയാം, നഅത്തുൻ മർഫൂഉൻ പറയാം ട്ടോ. ബദഅത്ത് എന്ന് പറഞ്ഞാൽ താഉ തരീസാണത്, ഹിസ്സത്തു എന്നുള്ളത് ഫായിലാണ്. അതൊക്കെ അല്ലേ? അതിൽ കൺഫ്യൂഷനുള്ളൊന്നുമില്ല അല്ലേ? റന്ന ഫീലുൻ ടീച്ചറെ, അവിടെ എന്നുള്ളത് നമ്മള് ഇതിന്റെ തഫിക്കയുടെ അതേ മീനിങ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മള് ഇസ്മു ബദ അങ്ങനെ പറയണോ? ബദ പറഞ്ഞില്ലല്ലോ, അഹദയും ജഅലയും അല്ലേ പറഞ്ഞത്? അഹദ ജഹല പറഞ്ഞു, പക്ഷെ ബദ അതിന് ടീച്ചർ പറഞ്ഞ പോലെ അർത്ഥം തന്നെ വരുന്നു. ഇല്ല. പിന്നെ ജഅല എല്ലായിടത്തും വരില്ല കേട്ടോ, അത് എങ്ങനെയാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ വരുമായിരിക്കും. എല്ലായിടത്തും വരണം എന്നില്ല കേട്ടോ. അല്ല, ഞാൻ അതല്ലേ കാണിച്ചെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വജഅലഹും കഅസ്ഫി മഅകൂൽ പറഞ്ഞത്. അങ്ങനെയുണ്ട്, അത് എങ്ങനെയാണ് വരിക എന്നുള്ളത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. എല്ലായിടത്തും വരണം എന്നില്ല. ഇനി തഫിക്കക്ക് വേറെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഖുറാനിൽ വന്നത് അവിടെ തഫിക്കൻ്റെ ഇസ്മു ഖബറും തന്നെയാണ്. ജഅല ഞാൻ നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഫേലുൻ മാലിൻ മബനിൻ അലൽ ഫതഹി എന്നൊക്കെ കണ്ടത്. ജഅലഹും എന്ന് പറഞ്ഞപ്പോൾ ഹും
കസ്വിൻ മാക്കൂല് പറഞ്ഞില്ലേ അവരെ ആക്കി അവിടെ ഫായിലും ഇതാണ് ഹുവാന്നാണ് ഫായിലും ഞാൻ നോക്കി നോക്കിട്ടോ ഒന്നുകൂടി സുഹൃത്തുൽ ഫീലിലും നോക്കി നോക്കിട്ടോ അല്ല എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല ബദേൻ്റെ അർത്ഥം അല്ലേ തുടങ്ങി എന്നുള്ള അർത്ഥം ശരി കേട്ടോ ഇതൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ നമ്മൾ വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ ശരിയാവുമായിരിക്കും ഓക്കെ മറത്ത് അഷ്റു ദഖായിക ഔ അക്സറു വലം യഅതിൽ മുദർരിസു 5 or more minutes passed and the teacher hadn't arrived yet ഉണ്ടോ എത്തില്ല അല്ലേ അറൈവ്ഡ് ഉള്ളു കേട്ടോ എത്തില്ല ലമ്മല്ലേ ലമ്മ വരുമ്പോഴല്ലേ എറ്റ് വരാ ശരി മണി മുഴങ്ങി ക്ലാസ് തുടങ്ങിയെന്നല്ലേ മണി മുഴങ്ങി ക്ലാസ് തുടങ്ങി പീരീഡ് തുടങ്ങി അഞ്ചാമത്തെ പീരീഡ് തുടങ്ങി പീരീഡ് തുടങ്ങി 10 മിനിറ്റ് അല്ലേ പറഞ്ഞു 10 മിനിറ്റ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കടന്നുപോയി അധ്യാപകൻ എത്തിയിട്ടില്ല മറത്ത് എന്ന് പറഞ്ഞാൽ കടന്നുപോയി അഷ്റൂദ 10 മിനിറ്റ് ഔ അതല്ലെങ്കിൽ അക്സറു അതിനെ അധികം വലം ലം എത്തിയിട്ടില്ല അൽ മുദർരിസു അധ്യാപകൻ എത്തിയിട്ടില്ല മറത്ത് എന്തോട് മറത്ത് മറത്ത് വന്നത് ഫെമിനിൻ ആയതുകൊണ്ട് ഫെമിനിൻ ആയതുകൊണ്ട് അതെ മറത്ത് എന്ന് പറഞ്ഞാൽ ഫിയലുൻ മാലിൻ മബനിൻ അലൽ ഫതഹി അത്താഉ ഹർഫു താനീസ് മബനിയുൻ അല സുകൂനി അഷ്റു ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫിഹി അല്ലാമത്തു ളാഹിറ وهو مضاف دقائق مضاف إليه مجرور علامة جره الفتحة الظاهرة لأنه ممنوع من الصرف مفاعل أو حرف عطف أكثر معطوف على دقائق لا معطوف على أشرو كده معطوف كده أشرو معطوفان واو حرف العطف لم حرف نسب وجزم وقلب ഇതല്ലേ നഫിയല്ലേ എന്താ പറഞ്ഞ ജസ്മിൻ വഖൽബിൻ ജസ്മിൻ വഖൽബിൻ ഏതാ എന്റെ തെറ്റിയത് നസ്ബിൻ എന്നല്ല അല്ലേ നസ്ബിൻ എന്നാണ് പറഞ്ഞത് നഫിയാണ് കേട്ടോ നഫിയാണ് നിഷേധിക്കാനും നഫിയൻ വജസ്മിൻ വഖൽബിൻ യഅതി ഫിഅലുൻ മാലിൻ മബനിയുൻ അല്ലല്ല മാലിൻ അല്ല ഫിഅലുൻ മുളാരിഉൻ فعل مضارع مجزوم له فعل مضارع مجزوم بسكون المقدرة هذا في عرفي إلا تسرى فعل مضارع مرفوع فعل مضارع مرفوع بضمة المقدرة لا بضمة المقدر الضمة المقدر في الضمة المقدر ضمة المقدر فعل المضارع مرفوع على عطف حرف إلا അത്തായി എത്തി ആ അക്ഷരത്തിനെ കളഞ്ഞിട്ടാണ് ജസ്മി എത്തിക്കുന്നത് മനസ്സിലവിടെയൊക്കെ പോയി ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ ബിഹദ്ഫി ഹർഫിൽ ഇല്ല അൽ മുദർരിസു ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫിഹി അല്ലാമത്തു ളാഹിറ ഓക്കെ ശരിയായില്ലേ എത്തി ശരി സഇമത്തുല്ലാബുൽ ഇൻതിളാറ സഇമത്തുല്ലാബുൽ ഇൻതിളാറ ദ സ്റ്റുഡൻസ് ബോർഡ് വെയിറ്റിംഗ് വിദ്യാർത്ഥികൾ കാത്തിരിപ്പ് ഇൻതിളാർ എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പ് വിദ്യാർത്ഥികൾക്ക് മടുപ്പുണ്ടാക്കി സൈമ എന്ന് പറഞ്ഞാൽ മടുപ്പുണ്ടാക്കി അത്തുല്ലാബു വിദ്യാർത്ഥികൾ മടുപ്പുണ്ടാക്കി ഇൻതിളാറ കാത്തിരിപ്പ് സൈമ ഫിയലുൻ മാലിൻ മബനീൻ അലൽ ഫതഹി الطلاب فاعل مرفوع علامة رفعه الضمة الظاهرة الانتظار مفعول به منصوب علامة نصبه الفتحة الظاهرة واتفقوا അവർ തുടങ്ങി يتحركون من أماكنهم ويعبثون يتحركون حرك ഓക്കെ വതഫിഖു അവർ തുടങ്ങി യതഹറകൂന ചലിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ തുടങ്ങി വിദ്യാർത്ഥികൾക്ക് എന്താ പറയുക കാത്തിരിപ്പ് വിദ്യാർത്ഥികൾക്ക് മടുപ്പുണ്ടാക്കുക സൈമ എന്ന് പറഞ്ഞാൽ ഒരു
സഇമ എന്നുള്ളത് എന്താ പറയുക, ബോറടിച്ചു എന്നൊക്കെ പറയില്ലേ, ബോറടിച്ചു, മടുപ്പുണ്ടാക്കി. സഇമ തുല്ലാബു വിദ്യാർത്ഥികൾക്ക്, ഇന്തിലാറ കാത്തിരിപ്പ്. അപ്പോൾ ഫിയലും ഫായിലും മഫൂലും ബിഹിയായിട്ടാ. വതഫിഖു യതഹറകൂന മിൻ അമാകിനിഹിം വയഅബസൂന അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് അവർ ചലിക്കാൻ തുടങ്ങി. അമാക്കിൻ മക്കാന് അമാക്കിൻ, മാക്കിൻ എന്ന സ്ഥലങ്ങൾ, ഹിം അവരുടെ സ്ഥലങ്ങളിൽ നിന്നും, യതഹറകൂന ചലിക്കുക, തഫിഖു എന്ന് പറഞ്ഞാൽ തുടങ്ങി, വയഅബസൂന അവർ ചലിക്കാൻ തുടങ്ങി, കളിക്കട്ടാ. അവിടെ അപ്പുറത്ത് അർത്ഥം കൊടുത്തിട്ടുണ്ടായിരിക്കും. അബസ അപ്പുറത്ത് നോക്കട്ടെ, വൊക്കാബുലറി നോക്കട്ടെ. അബസ ഇന്തിലാറ് കൊടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടില്ല, അബസ വന്നിട്ടില്ല അല്ലേ. ആൻഡ് അബീസയാണ് കേട്ടാ. ഓ അബീസ യഅബസു അബസൻ. ഇവിടെ കൊടുത്തിട്ട് ടു ഫൂൾ അറൗണ്ട്, ജസ്റ്റ് ഫസ്റ്റ് ടു എൻഗേജ് ടു അൺലെസ് യൂസ്ലെസ് ആക്ടിവിറ്റി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായിട്ട് എൻഗേജ് ആവുക, അങ്ങനെയുള്ള അർത്ഥത്തിലാണ്. അബീസയാണ് കേട്ടാ. അബീസ യഅബസു, ഞാൻ എന്നിട്ടില്ല, അബീസ ഐ ആണ്. സെമി അബാബാണ് ഐ എ. അപ്പം തഫിഖു എന്ന് പറയുമ്പോൾ ഫിഅൽ തഫിഖ തഫിഖു ഫിഅലുൻ മാദിൻ മബ്നിയുൻ അല ദമ്മി. വാവുൽ ജമാഅയാണ് അതിൻ്റെ ഫാഇൽ കേട്ടോ. ഫായിലല്ല, ഇസ്മു തഫിഖ. ഇസ്മു തഫിഖയാണ് കേട്ടോ. വാവുൽ ജമാഅ എങ്ങനെ പറയാം? ദമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അല സുകൂനി ഫീ മഹല്ലി റഫിൻ ഇസ്മു തഫിഖ. റഫിനാണോ? റഫിനല്ലേ ഇസ്മു തഫിഖ. ഇസ്മൊക്കെ റഫിലാണ്. ഇസ്മു തഫിഖ. യതഹറകൂന ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിസുബൂതി നൂനി ലിഅന്നഹു മിൻ അഫ്ആലിൽ ഖംസത്തി. വാവുൽ ജമാഅ ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അല സുകൂനി ഫീ മഹല്ലി റഫ്ഇൻ ഫാഇൽ. അൽ ജുംല ഫീ മഹല്ലി നസ്ബിൻ ഖബറു തഫിഖ മിൻ ഹർഫു ജറിൻ മബനിയുൻ അല സുകൂനി. അമാക്കിൻ ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജറിഹി അൽ കസ്റത്തു ളാഹിറ വഹുവ മുളാഫ്. മിൻ അമാകിനി ജാറുൻ വ മജ്റൂറുൻ. ഹിം ضمير متصل مبني على السكون في محل جر مضاف إليه. باب حرف العطف. يعبثون فعل مضارع مرفوع بضمة بثبوت نون. واو الجماعة ضمير متصل مبني على السكون في محل رفع فاعل. എനിക്ക് ഇതിന്റെ അർത്ഥം കിട്ടിയില്ല കേട്ടോ മോളെ. വതഫിഖു യതഹറകൂന മിൻ അമാകിനിഹിം ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകുമ്പോഴാണ് അർത്ഥം കിട്ടാത്തത്. അതാണ്. അതായത് അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് അവർ ചലിക്കാനും കളിക്കാനും തുടങ്ങി. യതഹറകൂന എന്ന് പറഞ്ഞാൽ ചലിക്കാൻ, തഫിഖു എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങി, യതഹറകൂന ചലിക്കാൻ, മിൻ അമാകിനിഹിം അവരുടെ സ്ഥലങ്ങളിൽ നിന്ന്, യഅബസൂന എന്ന് പറഞ്ഞാൽ അവർ കളിക്കാനും തുടങ്ങി. فبعضهم وقف يخطب وبعضهم جعل يكتب على السبورة. Some of them stood up and to give a speech and some of them started to write on the board. അവരിൽ ചിലർ പ്രസംഗിക്കുന്നതിന് അവരിൽ ചിലർ ബോർഡിൽ എഴുതാനും തുടങ്ങി. ബഅദുഹും അവരിൽ ചിലർ വഖഫ എഴുന്നേറ്റ് നിന്നു എന്നാണ്. യഖ്തുബ് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. വബഅദുഹും അവരിൽ ചിലർ ജഅല യക്തുബു അല സബൂറത്തി. ജഅല നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ, എന്തായിരുന്നു, തുടങ്ങി. യക്തുബു അല സബൂറത്തി ബോർഡിൽ എഴുതാനും തുടങ്ങി. ഓക്കെ.
ഫ ഹർഫുൽ അത്ഫ് ബഅദു മുബ്തദഉൻ മർഫൂഉൻ അലാമത്തു റഫിഹി അദ്ദമ്മത്തു ളാഹിറ വഹുവ മുളാഫ് ഹും മുളാഫുൻ ഇലൈഹി വഖഫ വഖഫ ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫത്തഹി. അവിടെ വാവ് ഹർഫു ഹാലാണ് കേട്ടോ. അതാണ് അവരിൽ ചിലർ. എങ്ങനെ ഹാല് വെച്ചിട്ടൊന്ന് പറഞ്ഞേ അർത്ഥം വെച്ചിട്ട്. അവരിൽ ചിലർ ഏത് വാവ ടീച്ചറെ ഹാല്? യഖ്തുബു എഴുന്നേറ്റ് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വഖഫ എന്ന് പറഞ്ഞാൽ നിന്നു. ഇവിടെ നിൽക്കുന്ന അവസ്ഥയിലും നാടിക്കും അല്ലേ. അവരിൽ ചിലർ പ്രസംഗിക്കാൻ വേണ്ടി, അവരിൽ ചിലർ പ്രസംഗിക്കുന്നതിന് എഴുന്നേൽക്കുന്ന അവസരം അലുഹും ജഅല യക്തുബു ബോർഡിൽ അവരിൽ ചിലർ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുന്ന അവസ്ഥയിലും അവരിൽ ചിലർ ബോർഡിൽ എഴുതാൻ തുടങ്ങുന്ന അവസ്ഥയിലുമായിരുന്നു എന്ന് പറയാം അല്ലേ. ഇത് ഹർഫ് അത് ഹാലല്ലല്ലോ. എന്തായാലും വഖഫ എഴുന്നേറ്റ് നിന്നു എന്നല്ല. അപ്പോൾ വാവ് ഹർഫുൽ ഹാലാണെന്ന് മനസ്സിലായി. അല്ല, വഖഫ ഹർഫുൽ ഹാലില്ല അല്ലേ. എടാ വാവ് അല്ലല്ലോ, വാവ് ഹാലല്ല. വഖഫ അതിന്റെ അതെ പേലാണ്. അപ്പൊ ഹാല് പക്ഷെ ഒരു പ്രസംഗിക്കുന്ന അവസ്ഥയിൽ എഴുന്നേറ്റ് നിന്നു. യെസ്, അങ്ങനെ അറിയാം. യഖ്തുബു ഒരു ഹാലാണ് ശരിക്കും. അൽ ജുംലത്തുൽ ഫിഅലിയ ഹാലിന്റെ അവസ്ഥയിലാണ് കിടക്കുന്നത്. വാവില്ല. അപ്പം അത് മുബ്തദ വഖഫ എന്നുള്ളത് ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറു ഹുവ. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞില്ലേ. യഖ്തുബു എന്നുള്ളത് ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ഇനി ആ യഖ്തുബു എന്നുള്ള ജുംല ഉണ്ടല്ലോ, അത് ഫി മഹല്ലി നസ്ബിൻ ഹാലാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താ പറയുക, പ്രസംഗിക്കുന്ന അവസ്ഥയിൽ നിന്നു എന്നാണ് പറയുന്നത് കേട്ടോ. പ്രസംഗിക്കുന്ന അവസ്ഥയിൽ നിന്നു. വാവ് ഹാലില്ലാണ്ടും ഹാല് വരും കേട്ടോ. പ്രസംഗിക്കുന്ന അവസ്ഥയിൽ നിന്നും ബഅ്ളുഹും വാവ് ഹർഫുൽ അത്ഫ് ബഅ്ളു മുബ്തദഉൻ മർഫൂഉൻ അലാമത്തു റഫിഹി അദ്ദമ്മത്തു ളാഹിറ വഹുവ മുളാഫ് മുളാഫുൻ ഇലൈഹി. ജഅല ഫിഅലുൻ മാലിൻ നാഖിസു. നേരത്തെ തഫീഖ നാഖിസു എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കണേ. അവിടെ നാഖിസ് എന്ന് പറയണം കേട്ടോ. ജഅല ഫിഅലുൻ മാലിൻ നാഖിസുൻ മബനിയുൻ അലൽ ഫതഹി വൽ ഇസ്മു ജഅല ضمير مستتر تقديره هو. يكتب فعل مضارع مرفوع بالضمة والفاعل ضمير مستتر تقديره هو على السبورة جار ومجرور. الجملة في محل نصب خبر جعل. ടീച്ചറെ ഇവിടെ ഈ ഫബഅ്ളുഹും വഖഫ യഹ്ബുതു. അപ്പൊ ബഅ്ളു മുബ്തദ വമുളാഫ് ഹും മുളാഫിൻ ഇലൈഹി ഖബർ. അപ്പൊ ഈ വഖഫയുടെ ഫായില് നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് എടുക്കുക. അവരിൽ ചിലർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ എനിക്ക് എന്താ ഡൗട്ട് എന്നറിയോ, നമ്മൾ നോക്കിയേ. ബഅ്ളു എന്ന് പറയും, ബഅ്ളുഹും എന്ന് പറഞ്ഞെങ്കിൽ ഒരാളല്ലല്ലോ അല്ലേ, ഒരുപാട് പേരില്ലേ. അപ്പോൾ ഇത് ഇസ്മിയാകുമ്പോൾ വഖഫ പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞാൽ ഒരാളല്ലേ വരുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ സാധാരണ അൽ ഔലാദു എൽ അബൂന എന്നല്ലേ പറയുക. അപ്പോൾ ബഅ്ളുഹും വഖഫൂ എന്നല്ലേ വരേണ്ടത്. അവിടെയാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിൽ ചിലർ പ്രസംഗിക്കുന്ന അവസ്ഥയിൽ എഴുന്നേറ്റ് നിന്നു. അപ്പൊ ടീച്ചറെ എന്നുള്ളതാവും ഹാലിന്റെ മീനിങ്ങിൽ നിൽക്കുന്നുണ്ടാവുക. അത് ഹാല് എഴുന്നേറ്റു. ഞാൻ ഹാല് എന്നാണ് നോട്ട് ചെയ്ത് വെച്ചുള്ളൂ. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഹാലായിട്ടാണ് അന്ന് മനസ്സിലായത്. ഇവിടെ ഒന്ന് നോക്കേണ്ടി വരും. മറ്റേത് കറക്റ്റാണ്. ബഅ്ളുഹും മുബ്തദ. ജഅല എന്നുള്ളത് നാഖിസായിട്ടുള്ള ഫിഅലാണ്. അതിൻ്റെ ഇസ്മു ജഅല എന്നുള്ളത്
മുസ്തദിറുൻ തഖ്ദീറുഹു ഹുവയാണ്. പിന്നെ യക്തുബു എന്നുള്ളത് ഫേലുൻ മുലാരി മർഫൂൻ അങ്ങനെയൊക്കെ പറഞ്ഞ അല സബൂറത്തിയൊക്കെ പറഞ്ഞു. അതിനുശേഷം ജാലൻ്റെ ഖബറാണ് യക്തു അല സബൂറത്തി എന്നുള്ളത്. ഒരു മിനിറ്റ് കേട്ടോ. അസ്സലാമലൈക്കും. മഴ പെയ്തു മോളെ. അയിലുമ്മ കൊണ്ടുപോയിട്ട് 2-3 വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? ശരി, ഹൈറ്. ഓക്കെ. വഖഫ പറഞ്ഞു, അതൊക്കെ പറഞ്ഞല്ലോ അല്ലേ. യക്തുബു അല സബൂറത്തി എന്നുള്ളത് ജാല എന്ന അതിൻ്റെ ഖബറാണ്. ആ ജുംല യക്തുബു അല സബൂറത്തി എന്നുള്ള ജുംല മൊത്തം ജാല എന്ന നാഖിസായ ഫീലിൻ്റെ ഖബറാണ്. ഇനി ജഅല യക്തുബു അല സബൂറത്തി എന്നുള്ള ജുംല മൊത്തം ബഅദു എന്ന മുബ്തദയുടെ ഖബറാണ്. അതൊക്കെ അല്ലേ. ഇനി മറ്റേത് കേട്ടോ, ഇതും കൂടി ഒന്ന് പറയാം. യഖ്തുബു, അതിന് മുന്നേ ഉള്ളത് യഖ്തുബു എന്നുള്ളത് ഹാലാണ്. വഖഫ യഖ്തുബു എന്നുള്ള ജുംല മൊത്തം ബഅദു എന്ന മുബ്തദയുടെ ഖബറാണ്. അതിന് മുന്നത്തെ സെൻറ്റൻസാണ് പറയണത് കേട്ടോ. അതൊക്കെ അല്ലേ. കൺഫ്യൂഷൻ ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. അടുത്തത് പറഞ്ഞത് എന്താ? ദഖല മുറാഖിബു ഫജ്അതൻ വഖാല. സൂപ്പർവൈസർ സഡൻലി എൻറ്റേർഡ് ആൻഡ് സെഡ്. പെട്ടെന്ന് സൂപ്പർവൈസർ പ്രവേശിക്കുകയും അവരോട് പറയുകയും ചെയ്തു. ദഖല പ്രവേശിച്ചു. ഫേലുൻ മാലിൻ മബനീൻ അലൽ ഫതഹി അൽ മുറാഖിബു ഫായിലുൻ മർഫൂഉൻ അലാമത്തുർ റഫീഹി അല്ലാമത്തുൽ ലാഹിറ. ഫജ്അതൻ എന്നുള്ളത് സഡൻലി എന്നെല്ലാം പറയുമ്പോൾ അത് ഹാലാണ് കേട്ടോ. ഹാലുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തുൽ ലാഹിറ. ഓക്കെ. ഫജ്അതൻ വാവു ഹർഫുൽ അത്ഫ് ഖാല ഫീലുൻ മാലിൻ മബ്നിയുൻ അലൽ ഫത്ഹി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. മാ ഹാദാ, എന്താണിത്? വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കില്ലേ. എന്താ ഇതെന്ന് ചോദിക്കില്ലേ. മാ ഇസ്മുൽ ഇഷാറ. അല്ല, ഞാൻ അതെ തെറ്റിയാണ്, ഒന്ന് ക്ഷമിക്കേ. ഹാദാ ഞാൻ എന്തായാലും അതെങ്ങനെ ഖബറായി? മാ ഹാദ. അതല്ലേ ഖബർ ഇട്ടത്? മാ അല്ലേ ഖബർ വരേണ്ടത്? അതെ, ഈ ചില ഇതിലുണ്ടല്ലോ ഈ മാ ഹാദ എന്നൊക്കെ പറയുമ്പോഴേ ശരിക്കും നമ്മൾ ഖബർ എങ്ങനെയാണ് നോക്കിയുള്ളത്? സാധാരണ നമ്മൾ പറയാറുള്ളത് അത് ഇസ്മുൽ ഇസ്തിഫാമാണ് അല്ലേ. മാ എന്നുള്ളത് എങ്ങനെ ചോദിക്കാനുള്ള ഇസ്മുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അത് നിങ്ങൾ പഠിച്ചോ? അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും വന്നോ? നക്കീറായിട്ടാണ് വരിക എന്നുള്ളത്? ഇല്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ബുക്കിൻ്റെ ഒരു ഭാഷയിൽ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹാദനെയാണ് നമ്മൾ സാധാരണ, അതായത് അത് കഴിഞ്ഞ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ബുക്ക് ഒന്നിലുണ്ട് ഇതെന്താണ്. അപ്പോൾ ഇവിടെ ഇസ്മുൽ ഇസ്തിഫാമിന് ശേഷം വരുന്ന ഇസ്മുൽ ഇഷാർ മാരിഫയില് വന്നു കഴിഞ്ഞാൽ അത് ഉപത്തതായിട്ട് എടുക്കും അല്ലേ. ഉപത്തതായിട്ട് എടുക്കും. കാരണം ഇസ്മുൽ ഇസ്തിഫാമുകളൊക്കെ നക്കിറയാണ്. ഇസ്മുൽ ഇസ്തിഫാമുകളൊക്കെ നക്കിറയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് അപ്പോൾ ഇതിന് ശേഷം മാരിഫയാണ് വരുന്നതെങ്കിൽ അതിനെ മുബത്തതയാക്കും. അല്ലെങ്കിൽ അതല്ല പിന്നെ എന്താ പറയുക, അല്ലെങ്കിൽ അത് ഇസ്മുൽ ഇസ്തിഫാമിനെയാണ് നമ്മൾ മുബത്തതയാക്കുക. പിന്നെ ഖുർആൻ
ഖുർആൻ്റെ ഒക്കെ ഒരു ഭാഷയിലും പൊതുവെ ആദ്യം വരുന്നത് എന്താണോ അതിന് മുബത്തതയാക്കി എടുക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ. ഞാൻ എവിടെയോ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ അത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബുക്കിൻ്റെ രീതിയിൽ പോവാം. അപ്പം മാ എന്നുള്ളത് ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അല സുക്കൂനി ഫീ മഹല്ലി റഫിൻ ഖബർ മുഖദ്ദം. ഞാനപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, തിരിഞ്ഞും വരാട്ടെ. തിരിച്ചും ചില ബുക്കുകളിലോ ഖുറാനിലൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഈ ബുക്കിൻ്റെ രീതിയിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പഠിച്ചു പോവാം. അപ്പോൾ ഹാദ ഇസ്മുൽ ഇഷാറ മബനിയുൻ അല സുക്കൂനി ഫീ മഹല്ലി റഫിൻ മുബ്തദ ആട്ടാ. അതെ, നമുക്ക് മറ്റേ രീതിയിലും ഇറാബ് ചെയ്യാൻ അറിയാമല്ലോ അല്ലേ. ഹ എന്നുള്ളത് ഹർഫു തൻബീഹ് മബനിയുൻ അറിയാം. പിന്നെ ദായാണ് ഇസ്മുൽ ഇഷാറ കേട്ടോ. ഞാനിത് ക്ലാസ്സിൻ്റെ ഒക്കെ തുടക്കത്തിൽ ഹാദ മുറിച്ചിട്ട് പറഞ്ഞിട്ട് അത് ദാ എന്നുള്ളതാണ് ഇസ്മുൽ ഇഷാറ, ഹ എന്നുള്ളത് തൻബീഹിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ. ഹാദ മാ ഹാദ അംറുക്കും ഫൗദ. അംറുക്കും ഫൗദ. യുവർ സിറ്റുവേഷൻ ഈസ് എന്താ പറയുക, ചിയോട്ടിക് എന്നൊക്കെ പറയില്ല, എന്താ പറയുക, നിങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം എന്ന് പറയും. നിങ്ങളുടെ കാര്യം പ്രശ്നമാണെന്ന് പറയില്ലേ, അവതാളത്തിലാണെന്നൊക്കെ പറയില്ലേ, പ്രശ്നത്തിലാണ്. ഇവിടെ എന്തോട്ടെ ഫൗലൊക്കെ അർത്ഥം കൊടുത്തുള്ളൂ നോക്കട്ടെ കേട്ടോ. നിങ്ങളുടെ കാര്യം ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയില്ലേ, എന്തത് നിങ്ങളെ കാര്യമൊക്കെ ഭയങ്കര പ്രശ്നമെന്ന് അറിയില്ല. ഫൗൽ അവിടെ എന്താ വിതൗട്ട് തൗൻബീനാണ്, കൺഫ്യൂഷനാണ്. കൺഫ്യൂഷൻ, അതായത് നിങ്ങൾ ഒരു പ്രശ്നത്തിലാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ്. നമ്മുടെ മലയാളത്തിൽ അവതാളത്തിലാണെന്ന് പറയും, നമ്മുടെ നാട്ടിലൊക്കെ. അമ്രുക്കും അലങ്കോലം, ക്രമക്കേട്, അലങ്കോലായി കിടക്കണം. അതന്നെ. അപ്പോൾ അമ്രു മുബ്തദഉൻ മർഫൂഉൻ അലാമത്തു റഫിഹി ളമ്മത്തു ളാഹിറ വഹുവ മുളാഫ് ഖും ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി ഫീ മഹല്ലി ജറിൻ മുളാഫിൻ ഇലൈഹി ഫൗല ഖബറുൻ മർഫൂഉൻ അലാമത്തു റഫിഹി അദ്ദമ്മത്തുൽ മുഖദ്ദറത്തു അലൽ അലിഫി ലിത്തഅദ്ദുരി. അടുത്ത നമ്മളെല്ലാ ടീച്ചേഴ്സും പറയണതാണ്. കഅന്നൽ ഫസ്ല സൂഖുൻ. കഅന്നൽ ഫസ്ല സൂഖുൻ. ക്ലാസ് അങ്ങനെ ചന്തയാണോ? ചന്ത പോലെയായി, ചന്ത പോലെ ആണ്, ചന്ത പോലെ ആകുന്നു എന്നാണ് കേട്ടോ. ക്ലാസ് ചന്ത എന്ന് തന്നെ പറയാം നമ്മൾ. ദ ക്ലാസ് റൂം ഈസ് ലൈക്ക് എ മാർക്കറ്റ്. ക്ലാസ് റൂം ഒരു ചന്ത പോലെ ആണ് എന്നറിയും. ക അന്ന, ഇന്ന അന്ന ക അന്ന, അതിൽ വന്നതല്ലേ ക അന്ന. അതെ, ഹർഫു തഷ്ബീഹ് അല്ലേ, അങ്ങനെ പഠിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും? തഷ്ബീഹ് എന്നല്ലേ പറയാം, പറഞ്ഞ പഠിച്ചിട്ടില്ലേ നമ്മള്? എൻ്റെ മൊബൈലാണ് അടിച്ചതല്ലല്ലോ. അപ്പോൾ ഹർഫു തഷ്ബീഹ് എന്ന് പറയാറില്ല അല്ലേ. എന്തായാലും മറ്റേ ഇതിൻ്റെ എന്താ പറയുക, ഇന്ന അന്നൻ്റെ ഒക്കെ സിസ്റ്ററാണെന്ന് നമുക്കറിയാം. തഷ്ബീഹ് അല്ലേ, സാമ്യപ്പെടുത്ത നമ്മളെവിടെയോ സെക്കൻഡ് ബുക്കിൽ വന്നിട്ടില്ലേ? അതുപോലെ സാമ്യപ്പെടുത്താൻ ഏതോ ഒരു സ്ഥലത്തൊക്കെ അന്ന മരിയെന്ന് പറഞ്ഞ് പഠിച്ചു നമ്മൾ. ടീച്ചറെ രണ്ടാമത്തെ ബുക്കിലാണ്, സെക്കൻഡ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും കാനൊക്കെ നമ്മൾ എവിടെയൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ടോ കാന? ഖുർആനിൽ വന്നിട്ടുണ്ടോ? ഓർമ്മയില്ല ടീച്ചറെ. അങ്ങനെ എന്തോ ഉണ്ട്, പക്ഷെ വരണില്ല എനിക്ക്. ബക്കറയിൽ എത്ര എന്താണ് കാന്നഹും? 101. കാന്നഹും ലാസ്റ്റ് ആ പേജിൽ ലാസ്റ്റ് 101 അല്ലേ? 100 ഏത് മറ്റേ വത്തബവു മാത്രം 102 അതിന് മുന്നത്തായത്തല്ലേ ലാസ്റ്റ് വരി ആയതല്ലേ ലാസ്റ്റ് ആയിട്ട് അല്ല ആ പേജില് ലാസ്റ്റ് 101. കേട്ടു. ആ കന്നഹും ഞാൻ നോക്കണ്ട കേട്ടോ.
ഹർഫു തഷ്ബീഹനാണ് കേട്ടോ. വനസ്ബിൻ ഹർഫു തഷ്ബീഹാണ് കേട്ടോ. കഅന്ന. അപ്പം നമ്മൾ കാണുന്ന ഹർഫു തഷ്ബീഹ് മബനിയുൻ അലൽ ഫതഹി. അൽ ഫസ്ല ഇസ്മു പിന്നെ ഹർഫു തഷ്ബീഹിൻ വനസ്ബിൻ എന്നും പറയാം. പിന്നെ മിൻ അഖവാത്തി ഇന്ന പറയാം കേട്ടോ. അൽ ഫസ്ല ഇസ്മു കഅന്ന മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. സൂഖുൻ ഖബറു കഅന്ന മർഫൂഉൻ അലാമത്തു റഫിഹി അല്ലാമത്തു ളാഹിറ. നസ്ബ് അല്ലേ, തെറ്റി പറഞ്ഞു. റഫൽ പക്ഷേ ഫസ്ല എന്നുള്ളത് ഇസ്മു കഅന്ന മൻസൂബ്, സൂഖു എന്നുള്ളത് ഖബറു കഅന്ന മർഫൂഉൻ. ഓക്കെ, ഹർഫ് തഷ്ബീഹ് അല്ലേ? ആ തഷ്ബീഹ് സാമ്യപ്പെടുത്തുന്നത്. ഹർഫു തഷ്ബീഹിൻ വനസ്ബിൻ. ഓക്കെ, അൽ ഫസ്ല. അപ്പോൾ കഅന്ന നമ്മൾ ഏത് തുടക്കത്തിൽ ഞാൻ കാനൻ്റെ അല്ല ഇന്നൻ്റെ സിസ്റ്റേഴ്സ് പഠിച്ചപ്പോൾ കഅന്ന പറഞ്ഞിട്ടുണ്ട്. കഅന്നൽ കിതാബ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ രണ്ടാമത്തെ പുസ്തകത്തിലുണ്ട്. ഉസ്താദിനെ പോലെയാണ്. അപ്പൊ ഹർഫു തഷ്ബീഹ് ഇന്ന അന്ന കഅന്നൻ്റെ അതിൻ്റെ ഒക്കെ ഇത് പറഞ്ഞിട്ടില്ലേ? അവരുടെ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹർഫു തഷ്ബീഹ് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അതെനിക്ക് കിട്ടാഞ്ഞത്. ഹർഫു തഷ്ബീഹ് എവിടെയെങ്കിലും വായിച്ചു പോയിട്ടുണ്ടോ? അതെ, അതിപ്പോ ഈ പാഠത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ലൈക്കിന്നൊക്കെ എന്താ ഞാൻ പറഞ്ഞത്? ഇസ്തിദ്റാക്ക്. ഇസ്തിദ്റാക്ക്. മറ്റേതാ ലൈത്തെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് മൊത്തം എടുത്ത് തന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ പാട്ടിലുണ്ട് മൻ ഹാദിഹി ഇബ്നതുക അന്നഹാ ഉഖ്തുക എന്നൊക്കെ. അല്ല, അത് ഞാൻ ഫസ്റ്റ് ഇന്നട ഹവാത്ത് എടുത്തപ്പോ പറഞ്ഞു. ലൈത്തൻ എന്താ പറയാ? ലൈസ. ആ എങ്കിൽ ഞാൻ ഇന്ന് നമുക്ക് വന്നിട്ടില്ല, പക്ഷെ ലൈത്തനെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ നമ്മള് ഹർഫു തമന്നി എന്ന് പറയും. തമന്നി. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയില്ലേ, കൂലി ആലയിത്തനി എന്നൊക്കെ പറയും. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയും ലയിത്ത. അതുപോലെ മറ്റേത് നിങ്ങൾക്ക് അറിയാം അല്ലേ, അല്ല ഹർഫു തർജി, അതറിയാം. അഷ്വാഖും തർജി പറഞ്ഞിട്ടുണ്ട്. ഹൗഫ് പറയും, അതിൽ പറഞ്ഞു. ഇതിൽ തമന്നി പറയും. എന്തിന്? ലയിത്തന തമന്നി പറയും. പിന്നെ ലാക്കീനിൻ്റെ ഹർഫു ഇഷ്തിറാക്ക് പറയും. ഇവിടെ ഹർഫു തഷ്ബീഹ് സാമ്യപ്പെടുത്തുക, ആയതുപോലെ സാമ്യപ്പെടുത്തുന്നതിന്, അതായത് മുബ്തദയെ ഖബറിനോട് സാമ്യപ്പെടുത്തുന്നു. ഫസ്ലു എന്നുള്ളത് അൽ ഫസ്ലു സൂഖുൻ, ക്ലാസ് അങ്ങാടിയാകുന്നു എന്ന് പറഞ്ഞതായിരിക്കാം. അപ്പോൾ ഫസ്ലല്ലേ ഇതിൽ മുബ്തദ, ആ സൂഖുൻ ഖബറല്ലേ. അപ്പോൾ ഇതിനെ സാമ്യപ്പെടുത്തിയപ്പോൾ നസ്ബ് ചെയ്ത് സാമ്യപ്പെടുത്തി. മുബ്തദനെ നസ്ബ് ചെയ്തു. ഓക്കെ, മുബ്തദനെ ഖബറിനോട് സാമ്യപ്പെടുത്തുന്നു. അതാണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ കേട്ടോ. ഓക്കെ അല്ലേ? ശരി. കന്നയുടെ ഫസ്ല് കന്നയുടെ എന്തോന്ന് ഇസ്മു കന്നെ ടീച്ചറെ? അതെ, ഇസ്മു കന്ന കേട്ടോ. മറ്റേത് ഖബറു കന്ന. ഖബറു കന്ന കേട്ടോ. ഈ പാഠം കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു എക്സാം എടുത്തട്ടോ, വലുതല്ല, ചെറുത്ത് കേട്ടോ. എല്ലാ ചാപ്റ്ററും ടീച്ചറെ? എല്ലാ ചാപ്റ്ററും നോക്കണ്ട, ഇതുവരെ എടുത്തോളം നോക്കാം. അപ്പോൾ കന്ന പറഞ്ഞു അല്ലേ. പിന്നെ എന്താ പറഞ്ഞത്? ആ ഇസ്മഉ ഇന്നൽ മുദരിസക്കും മരീദുൻ. ഇസ്മഉ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുവീൻ, നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ അധ്യാപകർ എന്നല്ലേ, മുദരിസ്. അതെ, നിങ്ങളുടെ അധ്യാപകൻ രോഗിയാണ്. കേൾക്കൂ. ലിസൺ, യുവർ ടീച്ചർ ഈസ് സിക്ക്. ഇസ്മഉ ഫിഅലു അംറിൻ മബനിയുൻ അലാ ഹദ്ഫി നൂനി. ഫിഅലു അംറിൻ മബനിയുൻ ഹദ്ഫി നൂനി. വാവുൽ ജമാഅ ضمير متصل مبني على السكون في محل رفع فاعل. إن حرف توكيد من أخوات إن له. مدرسة اسم إن له. ഇന്നക്ക് നമ്മൾ ഹർഫ് തൗക്കീദ് നസ്ബ്. അത് ഇന്നെ സിസ്റ്റർ ആക്കിയില്ല ഞാൻ. ശരി കേട്ടോ. ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. മുദരിസ ഞാൻ ഇസ്മഉ എന്ന് പറയുമ്പോൾ സാധാരണ അന്നല്ലേ വരിക, ഇസ്മാവിൻ്റെ ശേഷം ഇന്ന വരുന്നത്. ഇസ്മാവിൻ്റെ ശേഷവും വരുമല്ലോ അല്ല, ഇസ്മാവ് സെൻറ്റൻസ് കഴിഞ്ഞു അല്ലേ? ഓക്കെ ഓക്കെ, വാചകം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇസ്മാവു നിങ്ങൾ കേൾക്കുവീൻ, അവിടെ ജുംല കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന മുദരിസക്കും മരീദുൻ.
ഇവിടെ മുദരിസ ഇസ്മു ഇന്ന മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ വഹുവ മുളാഫ് കും ضمير متصل مبني على السكون في محل جر مضاف إليه مريض خبر إن مرفوع علامة رفعه ضمة الظاهرة فلم يحضر اليوم له فلم يحضر اليوم ഇന്ന് അദ്ദേഹം ഹാജരായിട്ടില്ല. മാലിൻ്റെ അർത്ഥമല്ലേ വന്നത്? ഇന്ന് അദ്ദേഹം ഹാജരായിട്ടില്ല. ഹർഫു അത്ഫ് ലം ഹർഫു നഫിയിൻ വജസ്മിൻ വഖൽബിൻ. യഹ്ദുർ ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ ബിസുകൂനി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. اليوم ظرف زمان منصوب. فيمكنكم الذهاب إلى المكتبة. നിങ്ങൾക്ക് കഴിയും അദ്ദഹാബു പോകൽ ഇലൽ മക്തബത്തി ലൈബ്രറിയിലേക്ക്. ലൈബ്രറിയിലേക്ക് പോകലാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ലൈബ്രറിയിലേക്ക് പോകാവുന്നതാണ്. നമുക്കനയുംക്കിന് പോകാൻ കഴിയുന്നതാണെന്ന് പറഞ്ഞാൽ പോകാവുന്നതാണ്. എങ്ങനെ ഒന്നും കൂടി നന്നാക്കി പറയാം? യു ക്യാൻ ഗോ ടു ദ ലൈബ്രറി. അതാണ് നല്ലത്. നിങ്ങൾക്ക് പോകാൻ കഴിയും. പോകുന്നതാണ് നല്ലത്. ലൈബ്രറിയിലേക്ക് പോകാൻ കഴിയും. യുംകിനു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി കും ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനിൽ മുഖദ്ദറത്തി ലിൽതിഖാഇ സാക്കിനൈനി في محل نسب مفعول به. الذهاب فاعل مرفوع علامة رفعه الضمة الظاهرة. إلى المكتبة جار ومجرور متعلق. ഇനി അത് നിങ്ങൾ മസ്തറുൽ മുഅവ്വലാക്കി പറഞ്ഞേ. ഫയുംകിനുകുമു ദഹാബു. ഇതില് മസ്തർ ഫയുംകിനുകും നിങ്ങളാണ്. ഇലൽ മക്തബത്തി അല്ലേ? ഇനിയുണ്ട് അല്ലേ? അതിൻ്റെ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയില്ല. എന്ന് പറയാം അല്ലേ? അവിൻസിറാഫു ഇലൽ മഹാജിഇ. അപ്പോൾ ലൈബ്രറിയിലേക്ക് പോകാൻ കഴിയും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് താമസ സ്ഥലത്തേക്ക്, അതായത് ഹോസ്റ്റലിലേക്ക് മടങ്ങാം, അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് പിരിഞ്ഞു പോകാം എന്നാണ് പറയുന്നത് കേട്ടോ. യു കുഡ് ലീവ് ടു യുവർ ഡോർമെറ്ററീസ്. അത് ഹോസ്റ്റലിലേക്ക് നിങ്ങൾക്ക് പോകാം. ഹൗ ഹർഫു അത്ഫ് ഇൻസിറാഫു എന്തുട്ടാ? ഹോസ്റ്റലാണോ? ഹോസ്റ്റലല്ല, ലൈബ്രറി. അതിവിടെ മഹാജിയാണ് ഹോസ്റ്റല്. ഇൻസിറാഫ് എന്തുട്ടാ? ഇൻസിറാഫ് പിരിഞ്ഞു പോവാ. ഇൻസൊറഫ് അല്ല, ഇൻസിറാഫ് ഏതാണ് ഫിഅല്? ബുക്ക് എടുത്തിട്ടില്ല ഞാൻ, ഒന്ന് നോക്കിയാരെങ്കിലും. ഇൻസിറാഫ് ഏതാണ് ആവട്ടെ, നോക്കാം ഞാൻ ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട്. ഫോം 7 ആണ് കേട്ടാ, നോക്കിക്കോളൂ കേട്ടോ. انصراف للمهاجي هو حرف عطف انصراف او انصراف الى عطفാണ്. പക്ഷെ ഇവിടെ ഇൻസിറാഫ് പറഞ്ഞു പോകും. ഇൻസിറാഫ് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ പറയാം ബാക്കിയുള്ളത് കേട്ടോ. സമയം ഞാൻ നോക്കിയില്ല. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ